നമസ്കാരം. മഹാത്മാഗാന്ധി സർവകലാശാല 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി 1ാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഗദ്യരാജി എന്നത്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് പരാതികൾ എന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മളിവിടെ പ്രധാനമായിട്ട് കാണുന്നത് ഉപഭോക്താവ് താൻ വാങ്ങിയ എന്തെങ്കിലും ഒരു ഉൽപ്പന്നത്തെക്കുറിച്ചും മറ്റും ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സമർപ്പിക്കുന്ന പരാതിയെക്കുറിച്ചാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ പരാതികൾ എന്ന വിഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കിയതിനെ കുറിച്ചും കൂടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് വ്യാപാര രംഗങ്ങളിൽ ഉൽപ്പന്നത്തിന്റെ അളവ്, തൂക്കം, ഗുണമേന്മ എന്നിവയിലൊക്കെ ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടാല് ഉപഭോക്താവിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കിയത് 1986-ലാണ്. കേരളത്തില് ഇങ്ങനെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 1990-ലാണ്. ഇവിടെ ചെറുകിട കച്ചവടക്കാർ മുതൽ ആഗോള കുത്തക കമ്പനികൾ വരെ നമ്മളുടെ ഉപഭോക്താവിനെ പല രീതിയിൽ കബളിപ്പിക്കുന്നുണ്ട്. ഇതിന് പരിഹാരമായിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇവിടെ നിലവിൽ വരികയും ചെയ്തത്. ഇങ്ങനെ ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ കബളിപ്പിക്കപ്പെടുന്ന ഉപഭോക്താവിന് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും ഒക്കെ എതിരെ പരാതി നൽകാൻ വേണ്ടിയിട്ട് കഴിയും. ഈ പരാതി വസ്തുതാപരമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തന്നെ പരാതിക്ക് ഇവിടെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഇങ്ങനെ ഉപഭോക്തൃ പരിഹാരത്തിന് വേണ്ടിയിട്ട് പരാതി നൽകാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സേവനദാതാക്കളോ, നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൈമാറുന്നവരായിട്ടുള്ള കച്ചവടക്കാരോ ഒക്കെ അവര് ഉറപ്പു നൽകുന്ന കാലപരിധിക്കുള്ളിൽ വസ്തു ഉപയോഗശൂന്യമായി പോവുകയോ അതുപോലെ തന്നെ ആ വസ്തു ഉപയോഗിച്ചത് കൊണ്ട് ഉപഭോക്താവിന്റെ ജീവനോ സ്വത്തിനോ എന്തെങ്കിലുമൊക്കെ നഷ്ടമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആണ് പരാതി നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുക. ഉപഭോക്തൃ പരിഹാര സെല്ലിൽ നമുക്ക് പരാതി നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ പരാതി നൽകുന്ന സമയത്ത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് പരാതി കൊടുക്കുമ്പോൾ ഈ പരാതിയോടൊപ്പം നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിന്റെ ബില്ലുണ്ടാകണം, ഇതിന്റെ ഗ്യാരണ്ടി രേഖകൾ ഉണ്ടാകണം, വാറണ്ടി രേഖകൾ ഉണ്ടാകണം, അതുപോലെ തന്നെ സമൂഹത്തിൽ വിവിധ മാധ്യമങ്ങളിൽ വന്ന പരസ്യങ്ങളുടെ തെളിവുകളും കൂടെ ചേർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പരാതിക്ക് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ വേണം. ഇനി നമ്മൾ അടുത്ത് കാണുന്നത് ഇങ്ങനെയുള്ള ഈ പരാതികളുടെ വാണിജ്യ പരാതികളുടെ മാതൃകയാണ്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ സമർപ്പിക്കുന്ന വാണിജ്യ പരാതികളുടെ ഒരു മാതൃക. അപ്പൊ അതിൽ നമ്മൾ ആദ്യമേ ചേർക്കേണ്ടത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുമ്പാകെ സമർപ്പിക്കുന്ന ഹർജി എന്ന് ആദ്യം എഴുതണം. ഇവിടെ ഈ മുമ്പാകെ സമർപ്പിക്കുന്ന അവിടെ ചേർക്കുന്ന ആ മുമ്പാകെ എന്നതിന് മുൻപായിട്ട് ഏത് ജില്ലയിലുള്ള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് സമർപ്പിക്കുന്ന ആ ജില്ലയുടെ പേരും കൂടെ അവിടെ ചേർക്കണം. ഇങ്ങനെ എഴുതിയതിനു ശേഷം അതിന് താഴെ അയക്കുന്ന ആളിന്റെ പേരും മേൽവിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയവ ഇടതുവശത്ത് മുകളിലായിട്ട് എഴുതണം. അതിനുശേഷം അങ്ങനെ അയക്കുന്ന ആളിന്റെ ഇങ്ങനെ വിവരണങ്ങളൊക്കെ എഴുതിയതിനു ശേഷം അതിന് താഴെയായിട്ട് അപേക്ഷ ആർക്കാണോ സമർപ്പിക്കുന്നത് ആ ആളുടെ ഔദ്യോഗികമായിട്ടുള്ള മേൽവിലാസം എഴുതണം. തുടർന്ന് ഈ പരാതി എന്താണോ നമ്മളുടെ പരാതി അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പരാതി അവതരിപ്പിച്ചതിന് ശേഷം അവസാനം വലതുവശത്ത് പരാതിക്ക് ശേഷം എന്ന് എഴുതുന്നു. അതിന് താഴെ വിശ്വസ്തയോടെ എഴുതുന്നു. അതിനുശേഷം ഈ സമർപ്പിക്കുന്ന ആളുടെ പേരും ഒപ്പും രേഖപ്പെടുത്തുന്നു. അതിന്റെ ഇടതുവശത്തായിട്ട് ഈ പരാതി സമർപ്പിക്കുന്ന വ്യക്തിയുടെ സ്ഥലവും പരാതി സമർപ്പിക്കുന്ന തീയതിയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ഇതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ പരാതി എഴുതിയതിനു ശേഷം നമ്മൾ വാങ്ങിയ സാധനത്തിന്റെ ബില്ല്, ഗ്യാരണ്ടി കാർഡ്, വാറണ്ടി കാർഡ്, വിവിധ മാധ്യമങ്ങളിൽ വന്ന പരസ്യങ്ങൾ എന്നിവയും പരാതിയോടൊപ്പം ചേർത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പരാതികൾ എന്ന പാഠഭാഗത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചും ഉപഭോക്തൃ സംരക്ഷണ സെല്ലിൽ നമ്മൾ പരാതി സമർപ്പിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ നമ്മൾ സമർപ്പിക്കുന്ന പരാതിയുടെ മാതൃകയുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ പാഠഭാഗം എല്ലാവരും വായിക്കുക, അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.